Yasim Ponnani, big shot, 6-legger. What a batting. Quality, experience. Rohit. Shahir Ali Khoya, 6-legger. Beat the boss in the big boss ആയി മാറുന്നു. ലസീമിനെതിരെ ഒരു കൂറ്റൻ ഷോട്ടിലൂടെ 6 നേടിയെടുക്കുന്നു. ഫൗസാദ് 50-ലെഗർ 6-ലൂടെ ഒരു അത്യുജ്വല ഇന്നിംഗ്സും. ഹർഷാദ് ക്ലീൻ ബൗൾഡ്. New batsman atta. ആഷ് പുഷ് ഫൈനൽ മത്സരത്തിൽ ബീറ്റ് ദ ബോസിന് വേണ്ടി ഓപ്പൺ ചെയ്യുന്നു മാത്യു ആൻഡ് പാച്ചു. കാലിക്കറ്റ് സുൽത്താന് വേണ്ടി സാദാത്ത്. സ്ട്രൈക്കിൽ പാച്ചു. ആദ്യ ബോൾ സിംഗിൾ. സ്ട്രൈക്കിൽ മാത്യു. ഡോട്ട് ബോൾ. What a shot. 2 ഡോട്ട് ബോളുകൾക്ക് ശേഷം ഓഫിലേക്ക്. കവറിലൊരു ബൗണ്ടറി നേടുന്നു മാത്യുവിന്റെ ബാറ്റിൽ നിന്ന്. ഖൈൻ ഡോട്ട് ബോൾ. മാത്യു ഫൈൻ ലെഗില്ല. ഫീൽഡർ പിറകെ 2 റൺസ് ഓടി പൂർത്തിയാക്കുന്നു. ഡോട്ട് ബോൾ. ഒരു ഓവറും ഒരു ബോളും പിന്നിടുമ്പോൾ വിക്കറ്റ് നഷ്ടം കൂടാതെ 7 റൺസ്. ബൗൾ ചെയ്യുന്നു ഷൗക്കത്ത്. സ്ട്രൈക്കിൽ പാച്ചു. ആഷ് പുഷിൻ്റെ ആവേശകരമായ ഫൈനൽ മത്സരം ബീറ്റ് ദ ബോസ് വേഴ്സസ് കാലിക്കറ്റ് സുൽത്താൻ. അമ്പയർ കോൾ വൈഡ്. റിവേഴ്സ് ഷോട്ടിലൂടെ പാച്ചു. അത് ബൗണ്ടറിയിലേക്ക്. ഒരു സിംഗിൾ. വാട്ട് ആർ റണ്ണിങ്. മാത്യു കവറിൽ ബ്യൂട്ടി ഷോട്ടിലൂടെ ഒരു ബൗണ്ടറി നേടിയെടുക്കുന്നു. ഡോട്ട് ബോൾ. സ്ട്രൈറ്റിൽ ഒരു സിംഗിൾ നേടിയെടുക്കുന്നു. ഓവർ പൂർത്തിയാകുന്നു. 2 ഓവർ പിന്നിടുമ്പോൾ വിക്കറ്റ് നഷ്ടം കൂടാതെ ബീറ്റ് ദ ബോസ് 18. ഒരു സിംഗിൾ നേടുന്നു.
ബൗൾ ചെയ്യുന്നു സാദത്ത്. സ്ട്രൈക്കിൽ പാച്ചു. ഡോട്ട് ബോൾ. പാച്ചു പന്ത് ബൗണ്ടറിയിലേക്ക് ഫീൽഡർ നേടിയെടുക്കുന്നു. വില്ലപ്പെട്ട 4 റൺസ് പാച്ചുവിന്റെ ബാറ്റിൽ നിന്ന്. ഒരു വൈഡ് ബോളായിരുന്നു, അതിൽ ബാറ്റ് വെക്കുന്നു, പക്ഷെ സിംഗിൾ. ഗുഡ് റണ്ണിങ്. ഒരു റിസ്കി റണ്ണായിരുന്നു അത്, രക്ഷപ്പെട്ടു പോകുന്നു. അറഫാത്തിന്റെ ത്രോ ഉണ്ടായിരുന്നു. ബീറ്റ് ദ ബോസ് വേഴ്സസ് കാലിക്കറ്റ് സുൽത്താൻ. മാത്യു സിംഗിൾ. 3 ഓവർ പൂർത്തിയാവുന്നു. പവർ പ്ലേ ഇനി ഒരു ഓവർ കൂടി ശേഷിക്കുന്നു. 16 ഓവർ മത്സരമാണ്. ആഷ് പുഷ് സാറ്റർഡേ ലീഗിൻ്റെ ആവേശകരമായ ഫൈനൽ മത്സരം. 3 ഓവർ പിന്നിടുമ്പോൾ വിക്കറ്റ് നഷ്ടം കൂടാതെ 25. സ്ട്രൈക്കിൽ മാത്യു കല്ലിക്കറ്റ്. പക്ഷേ ഇന്നിവിടെ ഇറങ്ങിയിരിക്കുന്നത് ബീറ്റ് ദ ബോസിന് വേണ്ടിയാണ്. കല്ലിക്കറ്റ് സുൽത്താനെതിരെ. വാട്ട് എ ഷോട്ട്! അതിമനോഹരമായ കച്ചിലൂടെ ആദ്യ വിക്കറ്റ് നേടിയെടുക്കുന്നു. ബീറ്റ് ദ ബോസിന് ഒരു വിക്കറ്റ് നഷ്ടമാകുന്നു. കാലിക്കറ്റ് സുൽത്താൻ മാത്യു കാലിക്കറ്റിന്റെ വിക്കറ്റ് നേടിക്കൊണ്ട് ന്യൂ ബാറ്റർ കമൽ ക്രീസിലെത്തുന്നു. What a bowling! Dot ball. Again, dot ball. What a shot! ഒന്ന് ഡോട്ട് ബോളുകൾക്ക് ശേഷം 2 ഫീൽഡേഴ്സിന്റെ ഗ്യാപ്പിലൂടെ പന്ത് ബൗണ്ടറിയിലേക്ക് മനോഹരമായൊരു ഷോട്ട് കമലിന്റെ ബാറ്റിൽ നിന്ന്. ഓവറിൽ അവസാന ബോളിലെ ബാക്ക് ടു ബാക്ക്. പക്ഷെ ഫീൽഡറുണ്ട്, ഫീൽഡ് ചെയ്യുന്നു. 2 റൺസോടെ പൂർത്തിയാക്കുന്നു. 4 ഓവർ പിന്നിടുമ്പോൾ 1 വിക്കറ്റ് നഷ്ടത്തിൽ ബീറ്റ് ദ ബോസ് 31. ബൗൾ ചെയ്യാനെത്തുന്നു വീണ്ടും സാദത്ത്. ഈ മത്സരത്തിൻ്റെ ഡോട്ട് ബോൾ. ഈ ഫൈനൽ മത്സരം നിയന്ത്രിക്കുന്നു സഹീർ ആൻഡ് മിസ്റ്റർ ലത്തീഫ്. Again, dot ball. റിവേഴ്സിനുള്ള ഒരു ശ്രമമായിരുന്നു, പക്ഷേ ടൈമിംഗ് തെറ്റിപ്പോകുന്നു. ക്ലീൻ ബൗൾഡ്. പവർ പ്ലേ അവസാനിച്ചതിന് ശേഷമുള്ള ആദ്യ ഓവറിൽ വിലപ്പെട്ട ഒരു വിക്കറ്റ് നഷ്ടമാകുന്നു. നേടിയെടുക്കുന്നു സാദത്ത്.
ന്യൂ ബാറ്റർ ഫൈറാഷ് ക്രീസിലെത്തുന്നു. Again, dot ball. 4 പന്തുകളെ ഓവറിൽ പിന്നിടുമ്പോൾ ഒരു വിക്കറ്റ് നഷ്ടമാകുന്നു. ബീറ്റ് ദ ബോസിന് സ്കോറിംഗ് നടത്താൻ സാധിച്ചിട്ടില്ല സാദത്തിന്റെ ഓവറിൽ. ന്യൂ ബാറ്റർ ഫൈറാഷ്. നേടിയെടുക്കുന്നു ഒരു സിംഗിൾ. ഹാമൽ അന്ത ബൗണ്ടറിയിലേക്ക് ഫീൽഡർ പിറകെ നേടിയെടുക്കുന്നു 4 റൺസ് ഖമലിന്റെ ബാറ്റിൽ നിന്ന് ഓവറിൽ അവസാന ബോളിൽ. ഡോട്ട് ബോൾ. ക്ലീൻ ബൗൾഡ്. റിവേഴ്സിൽ ശ്രമിച്ച ഫൈറാഷിന്റെ വിക്കറ്റ് നഷ്ടമാകുന്നു അർഷാദിന്റെ ബൗളിംഗില്ല. 5 ഓവറും 3 പന്തുകളും പിന്നിടുമ്പോൾ 3 വിക്കറ്റ് നഷ്ടത്തിൽ 36. ന്യൂ ബാറ്റർ MB ക്രീസിലെത്തുന്നു. കാലിക്കറ്റ് സുൽത്താൻ ഫൈനലിൽ ആധിപത്യമുറപ്പിക്കുന്ന കാഴ്ച. നല്ലൊരു തുടക്കത്തിന് ശേഷം ബീറ്റ് ദ ബോസ് തുടരെ 3 വിക്കറ്റുകൾ വീണ പ്രതിസന്ധിയിലേക്ക്. ആഷ് പുഷ് സാറ്റർഡേ ലീഗിന്റെ ആവേശകരമായ ഫൈനൽ മത്സരം കാലിക്കറ്റ് സുൽത്താൻ വേഴ്സസ് ബീറ്റ് ദ ബോസ്. What a bowling. Dot ball. AMB ഫീൽഡ് ചെയ്യുന്നു മുർഷി. വീണ്ടും ഈ ഒരു ഓവറിൽ 2 വിക്കറ്റുകൾ നഷ്ടമാകുന്നു. കാലിക്കറ്റ് സുൽത്താൻ റുദ്ധ വന്നതല്ല, കിരീടം നേടിയേ അടങ്ങൂ എന്ന് പ്രഖ്യാപിക്കുന്നു. അത്യുച്ഛല ബൗളിംഗുമായി ടോസ് ലഭിച്ച ബൗളിംഗ് തെരഞ്ഞെടുത്ത് ഗ്രൗണ്ടിൽ അത് കാണി. ന്യൂ ബാറ്റർ സഹീർ അലിക്കോയ ക്രീസിലെത്തുന്നു. മത്സരം ആരംഭിച്ച് ആദ്യ 3 ഓവറുകൾ ബീറ്റ് ദ ബോസിൻ്റെതായിരുന്നെങ്കിൽ പിന്നീട് ഓരോ ഓവറിലും കൃത്യമായി വിക്കറ്റ് നേടിക്കൊണ്ട് കാലിക്കറ്റ് സുൽത്താൻ. സഹീർ ഡോട്ട് ബോൾ. അർഷാദ് ഒരു റൺസ് മാത്രം വിട്ടുകൊടുത്ത് 2 വിലപ്പെട്ട വിക്കറ്റുകളും നേടിയെടുക്കുന്നു. ഈ ഫൈനൽ മത്സരം കാലിക്കറ്റ് സുൽത്താൻ അനുകൂലമാക്കി മാറ്റുന്നു അർഷാദ്. 6 ഓവർ പിന്നിടുമ്പോൾ 4 വിക്കറ്റ് നഷ്ടത്തിൽ 37. ബൗൾ ചെയ്യാനെത്തുന്നു അർഷാദ് ഉദ്ദുമ. സ്ട്രൈക്കിൽ MB ഒരു ബിഗ് ഷോട്ട്. 6 ആദ്യ 6 പിറക്കുന്നു. ആഷ് പുഷ് ഫൈനലിന്റെ ആദ്യ 6 MBയുടെ ബാറ്റിൽ നിന്ന് ഹർഷദ് ഉദ്ദുമക്കെതിരെ. ഡോട്ട് ബോൾ. What a comeback, Harshad. Again dot ball. Again
എംബിയുടെ ബാറ്റിൽ നിന്ന് ഒരു ബൗണ്ടറി നേടിയെടുക്കുന്നു. ഒരു ഓവറിൽ ഒരു 6ഉം 4ഉം നേടിയെടുക്കുന്നു എംബിയിലൂടെ. ഡോട്ട് ബോൾ. ഓവർ പൂർത്തിയാകുന്നു. 7 ഓവർ പിന്നിടുമ്പോൾ 4 വിക്കറ്റ് നഷ്ടത്തിൽ 47. വിക്കറ്റ്. ഹർഷാദ് 3ാമത്തെ വിക്കറ്റും നേടിയെടുക്കുന്നു ഈ ഫൈനലിൽ. ഹർഷാദ്. ന്യൂ ബാറ്റർ ജസീം പൊന്നാനി ക്രീസിലെത്തുന്നു. ബോസിന് അനിവാര്യമായ ഒരു പാർട്ട്ണർഷിപ്പ് നേടിയെടുക്കാൻ സഹീർ ജസീം കൂട്ടുകെട്ടിലൂടെ സാധിക്കുമോ? കാത്തിരിക്കാൻ നമുക്ക്. ഇരുവരുടെയും എക്സ്പീരിയൻസിൻ്റെ ബലത്തിൽ ഒരു പാർട്ട്ണർഷിപ്പ് പടുത്തുയർത്തിയാൽ മാത്രമേ ആഷ്പുഷ് ഫൈനലിൽ ബിഗ് ബോസിന് തിരിച്ചു വരാൻ സാധിക്കുകയുള്ളൂ. ഡോട്ട് ബോൾ. സിംഗിൾ നേടിയെടുക്കുന്നു. ഹർഷാദ് ഫീൽഡ് ചെയ്യുന്നു. 2 റൺസ് ഓടി പൂർത്തിയാക്കുന്നു. 8 ഓവർ പൂർത്തിയാകുമ്പോൾ 5 വിക്കറ്റ് നഷ്ടത്തിൽ 51. സ്ട്രൈക്കിൽ ജസീം പൊന്നാനി. ടെന്നീസ് ക്രിക്കറ്റിൻ്റെ മുൻ കേരള ക്യാപ്റ്റൻ കൂടിയാണ് ജസീം പൊന്നാനി. ഡോട്ട് ബോൾ. കാലിക്കറ്റ് സുൽത്താന് വേണ്ടി ബൗൾ ചെയ്യുന്നു ഹർഷദ് ഉദ്ദുമ. ജസീം പൊന്നാനി ഒരു ബിഗ് ഷോട്ട്. 6ലേക്ക്. വാട്ട് എ ബാറ്റിംഗ്. ക്വാളിറ്റി, എക്സ്പീരിയൻസ്. ഈ ഒരു പാർട്ട്ണർഷിപ്പ് നിർണായകമാണ് ബിഗ് ബോസിന് ഈ ഫൈനലിൽ തിരിച്ചെത്താൻ. ഒരു കട്ട് ഷോട്ടാ ഫീൽഡർ ഗ്യാപ്പിലൂടെ. സിംഗിൾ. സ്ട്രൈക്കിലെത്തുന്നു സഹീർ. ഡോട്ട് ബോൾ. സിംഗിൾ. സ്ട്രൈക്കിലെത്തുന്നു ജസീം. ജസീം പൊന്നാനി ബഹിരാകാശവും കണ്ടെന്ന ഈ ഓവറിൽ 2 സിക്സുകൾ നേടിയെടുക്കുന്നു. ഓവർ പൂർത്തിയാവുന്നു. ഒൻപത് ഓവർ പിന്നിടുമ്പോൾ 63. ഒരു ബൈറൺ. സ്ട്രൈക്കിലെത്തുന്നു ജസീം. ബോൾ ചെയ്യുന്നു ആഷി. ജസീം ഫീൽഡർ നേടിയെടുക്കുന്നു. അർഷദ് ഉദ്ദുമ ബൗണ്ടറിയിൽ ക്യാച്ച് എടുത്തുകൊണ്ട് ആഷിഖിന്റെ ബൗളിംഗിൽ ജസീം പൊന്നാനിയുടെ വിക്കറ്റ് നഷ്ടമാകുന്നു. നല്ലൊരു ഷോട്ടായിരുന്നു, പക്ഷേ വിക്കറ്റ് നേടിയെടുക്കുന്നു കാലിക്കറ്റ് സുൽത്താൻ.
ന്യൂ ബാറ്റർ രോഹിത് ക്രിസിലെത്തുന്നു. ഈ ഒരു പിച്ചിൽ 120, 130 സ്കോർ നേടാൻ കഴിഞ്ഞാൽ നല്ലൊരു ഫൈറ്റ് മത്സരം നമുക്ക് പ്രതീക്ഷിക്കാം. ശക്തമായ ബൗളിങ്ങുമായി കാലിക്കറ്റ് സുൽത്താൻ. രോഹിത് ഡോട്ട് ബോൾ. ടോസ് ലഭിച്ച് ബൗളിംഗ് തിരഞ്ഞെടുത്ത തീരുമാനം 100% ശരിവെക്കുന്ന രീതിയിൽ കാലിക്കറ്റ് സുൽത്താൻ്റെ ബൗളേഴ്സ് നിറഞ്ഞാടുന്ന മനോഹരമായ ഫൈനൽ. ഈ ഒരു ഫൈനൽ ബൗളേഴ്സിൻ്റെതായി മാറുന്നു. രോഹിത് അഗൈൻ ഡോട്ട് ബോൾ. സമ്മർദ്ദം അതിജീവിക്കാനുള്ള ശ്രമമാണ്. ശക്തമായ ബാറ്റിംഗ് ഡൈനമുള്ള ടീം തന്നെയാണ് ബി ദ ബോസ്. തിരിച്ചെത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഫൈനലിലേക്കിൽ ഒരു ഷോട്ട്, പന്ത് ബൗണ്ടറിയിലേക്ക്. രോഹിത് 2 ഡോട്ട് ബോളുകൾക്ക് ശേഷം ഒരു ബൗണ്ടറി നേടിയെടുക്കുന്നു. ക്രീസിൽ അധിക നേരം ചിലവഴിച്ച് നല്ലൊരു ഇന്നിങ്സ് കെട്ടിപ്പടുത്താൽ ബി ദ ബോസിന് തിരിച്ചെത്താം. ക്രീസിൽ തുടരുന്നു സഹീർ ആൻഡ് രോഹിത്. 10 ഓവർ പൂർത്തിയാവുന്നു. 10 ഓവർ പൂർത്തിയാകുമ്പോൾ 6 വിക്കറ്റ് നഷ്ടത്തിൽ 70. ഇനി 6 ഓവറുകൾ കൂടി ശേഷിക്കുന്നു. ബോൾ ചെയ്യാനെത്തുന്നു ഹർഷാദ്. സ്ട്രൈക്കിൽ ഷഹീർ. ഹർഷാദ് 3 വിക്കറ്റുകൾ നേടിയിരുന്നു. ഒരു സിംഗിൾ. Again ഡോട്ട് ബോൾ. വൈവിധ്യങ്ങളുടെ ബൗളിങ്ങുമായി ഹർഷദ പ്രതിരോധത്തിലാക്കുന്നു ബി ദ ബോസിനെ. അമേർ കോൾ വൈഡ്. കാലിക്കറ്റ് സുൽത്താന് വേണ്ടി വിക്കറ്റിന് പിന്നിൽ ഫറ. രോഹിത് എന്തൊരു ക്യാച്ച്. ബൗണ്ടറിയില്ല, അത്യുജ്വല ക്യാച്ച്. നൗഷാദ വാട്ട് എ ക്യാച്ച്. നാലാമത്തെ വിക്കറ്റും നേടിയെടുക്കുന്നു ഹർഷാദ്. ന്യൂ ബാറ്റർ അഖിൽ ഭാസ്കർ ക്രീസിലെത്തുന്നു. അവസാന ഓവറുകളിൽ വെട്ടിക്കെട്ടുതിർക്കുന്ന ബാറ്ററാണ് അഖിൽ ഭാസ്കർ. പക്ഷേ ഇന്നിവിടെ സമ്മർദ്ദത്തിലാണ് ബി ദ ബോസ്, പ്രതിരോധത്തിലാണ് ബി ദ ബോസ്. 7 വിക്കറ്റുകൾ നഷ്ടമായിരിക്കുന്നു. നഷാദ് അത്യുജ്വല ക്യാച്ചുമായി ബൗണ്ടറിയിൽ വിലപ്പെട്ടൊരു വിക്കറ്റ് നേടിയെടുക്കുന്നു. ഡോട്ട് ബോൾ. ഫൈനലിൽ അത്യുജ്വല ബൗളിങ്ങുമായി ഹർഷാദ് 4 വിക്കറ്റുകൾ നേടിയെടുക്കുന്നു. ഈ ഒരു ഫൈനൽ കാലിക്കറ്റ് സുൽത്താൻ്റെതാക്കി മാറ്റുന്നു ഹർഷദിൻ്റെ ബൗളിങ്. 3 ഓവർ വരേക്കും വിക്കറ്റുകൾ നഷ്ടമാകാതെ നല്ലൊരു തുടക്കം കിട്ടിയതാണ് ബി ദ ബോസിന്. ഹർഷദിൻ്റെ ബൗളിങ്ങിലൂടെ എല്ലാം മാറിമറിയുന്നു ആഷ് പുഷിൻ്റെ ഈ ഫൈനലിൽ. ആഷിഖിൻ്റെ ബൗളിങ്ങിൽ ഓഫ് ഫീൽഡ് ചെയ്യുന്നു അറഫാത്ത്. ഡോട്ട് ബോൾ. ഷഹീർ. അർഷാദ് ഫീൽഡ് ചെയ്യുന്നു, ഒരു സിംഗിൾ. സ്ട്രൈക്കിലെത്തുന്നു അഖിൽ ഭാസ്കർ. അഖിൽ ഭാസ്കർ സ്ട്രൈറ്റിൽ ഫീൽഡ് ചെയ്യുന്നു, സിംഗിൾ മാത്രമാണ് നേടാനാകുന്നത്. സ്ട്രൈക്കിലെത്തുന്നു ഷഹീർ. സ്ട്രൈറ്റിലേക്ക് നല്ലൊരു ഷോട്ട്, ഒരു സിംഗിൾ. അത് ഡബിളാക്കി മാറ്റുന്നു.
ഷഹീർ അലി കോയ സിക്സിലേക്ക്. What a batting! പുതുജീവൻ നൽകുന്നു ബീറ്റ് ദ ബോസിന് സിക്സിലൂടെ സഹീർ. വീണ്ടും ഒരു ബിഗ് ഷോട്ട് ശ്രമിക്കുന്നു. കീപ്പർ വിട്ട് കളയുന്നു. എത്തിപ്പെടാൻ സാധിക്കുന്നില്ല. നല്ലൊരു ട്രൈ ആയിരുന്നു. ഒരു സിംഗിൾ. 12 ഓവർ പൂർത്തിയാകുമ്പോൾ 6 വിക്കറ്റ് നഷ്ടത്തിൽ 83. ഇനി 24 പന്തുകൾ ശേഷിക്കുന്നു ഫൈനലിൻ്റെ ആദ്യ ഇന്നിങ്സിൽ. ബാറ്റിംഗ് തുടരുന്നു ബി ദ ബോസിന് വേണ്ടി സഹീർ അലി കോയ ആൻഡ് അഖിൽ ഭാസ്കർ. ഡോട്ട് ബോൾ. ഡോട്ട് ബോൾ. ഒരു ബിഗ് ഷോട്ടിന് ശ്രമിക്കുന്നു. ടൈം തെറ്റിപ്പോകുന്നു. ഹർഷദിൻ്റെ സ്പെൽ ഈ ഒരു ഓവറോടെ പൂർത്തിയാകും. 3 ഓവറിൽ അദ്ദേഹം 4 വിക്കറ്റുകൾ നേടിയെടുത്തിരുന്നു. ഈ ഫൈനലിൽ 5 വിക്കറ്റ് നേടിയെടുക്കാനുള്ള ശ്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ അവസാന ഓവർ. നല്ലൊരു ഷോട്ട് ഓഫിൽ ഒരു സിംഗിൾ നേടിയെടുക്കുന്നു. സ്ട്രൈക്കിലെത്തുന്നു അഖിൽ ഭാസ്കർ. ഡോട്ട് ബോൾ. ഈ ഒരു ഓവറിൽ 5 ബോളുകൾ പിന്നിടുമ്പോൾ ഒരു സിംഗിൾ മാത്രമാണ് പിറന്നിട്ടുള്ളത്. കല്ലിക്കറ്റ് സുൽത്താന് വേണ്ടി സൂപ്പർ ബൗളിങ്ങുമായി ഹർഷാദ്. അവസാന ബോളിൽ നേടിയെടുക്കുന്നു അഖിൽ ഭാസ്കർ. ഫീൽഡ് ചെയ്യുന്നു ഹർഷാദ്. ഓവർ പൂർത്തിയാകുന്നു. ശേഷിക്കുന്നത് 18 പന്തുകൾ. സ്ട്രൈക്കിൽ അഖിൽ ഭാസ്കർ. ഡോട്ട് ബോൾ. കാലിക്കറ്റ് സുൽത്താന് വേണ്ടി 14ാമത്തെ ഓവറിൻ്റെ ആദ്യ ബോൾ ഷൗക്കത്ത്. ഡോട്ട് ബോൾ. ഓഫിലേക്ക് ഫീൽഡർ പിറകെ. 2 റൺസോടെ പൂർത്തിയാക്കുന്നു. സിക്സിലേക്ക് അഖിലിന്റെ ബാറ്റിൽ നിന്ന്. മൂന്ന് ബോളുകളിൽ 8 റൺസ് നേടിയെടുക്കുന്നു. ഈ ഒരു ഗ്രൗണ്ടിൽ 120, 130 എന്ന സ്കോർ നേടാനായാൽ തീർച്ചയായും ആഷ് പുഷ് ഫൈനൽ ആവേശത്തിൻ്റെതാകും. ബിഗ് ഷോട്ടിലൂടെ 6 നേടിയെടുക്കുന്നു അഖിൽ ഭാസ്കർ. മുൻനിര പരാജയപ്പെട്ടിടത്ത അവസാനത്തിൽ ക്രീസിലെത്തി രക്ഷകനാകുന്നു ബീറ്റ് ദ ബോസിന്റെ രക്ഷകൻ അഖിൽ ഭാസ്കർ. സഹീർ അലി കോയ അഖിൽ ഭാസ്കർ കൂട്ടുകെട്ട ഫൈറ്റ് ചെയ്യാവുന്ന നല്ലൊരു സ്കോറിലേക്ക് ബീറ്റ് ദ ബോസിനെ നയിക്കുന്നു. ഒരു ഔട്ടിന് വേണ്ടി അപ്പീൽ ചെയ്യുന്നു. അമ്പയർ ഡിസിഷൻ നോട്ട് ഔട്ട്. ഫൈൻ ലെഗിലേക്ക് 2 റൺസോടെ പൂർത്തിയാക്കുന്നു. 14 ഓവർ പിന്നിടുമ്പോൾ ബീറ്റ് ദ ബോസ് സ്കോർ 101ലേക്ക്. ഇനി ശേഷിക്കുന്നത് 12 പന്തുകൾ.
കാലിക്കറ്റ് സുൽത്താന് വേണ്ടി ബൗൾ ചെയ്യാനെത്തുന്നു ആഷിഖ്. ഷഹീർ അലി ഖോയ സിക്സ് ലെഗ. ബീറ്റ് ദ ബോസിന്റെ ബിഗ് ബോസായി മാറുന്നു ഷഹീർ അലി ഖോയ. ഒരു ബിഗ് ഷോട്ട് ശ്രമിക്കുന്നു, വിക്കറ്റ് നേടിയെടുക്കുന്നു. പക്ഷേ പറയാതിരിക്കാൻ വയ്യ, നല്ലൊരു ഇന്നിങ്സ് ആയിരുന്നു ഷഹീർ അലി ഖോയ. ടീം പ്രതിരോധത്തിലായപ്പോൾ പതിയെ തുടങ്ങി നല്ലൊരു പാർട്ട്ണർഷിപ്പിലൂടെ ടീമിനെ പൊരുതാവുന്ന സ്കോറിലേക്ക് നയിച്ചാണ് ഷഹീർ ഔട്ടാകുന്നത്. ന്യൂ ബാറ്റർ ലാസിം ക്രീസിലെത്തുന്നു. അവസാനം വരെ ബാറ്റിംഗ് ലൈനപ്പ് ശക്തമായ ടീമാണ് ബീറ്റ് ദ ബോസ്. ശേഷിക്കുന്നത് 10 പന്തുകൾ. സ്ട്രൈക്കിൽ ലാസിം. നേരിട്ട് ആദ്യ ബോൾ, സിക്സിലേക്ക് ലാസിം. നേരിട്ട് ആദ്യ പന്തു തന്നെ സിക്സറിന് പറത്തിക്കൊണ്ട. ക്ലീൻ ബൗൾഡ്. റിവഞ്ച്. വാട്ട് എ ബൗളിംഗ്. സിക്സ് അടിച്ചവനെ തൊട്ടടുത്ത പന്തിൽ പുറത്താക്കിക്കൊണ്ട. ഈ ഓവറിൽ 2 സിക്സുകൾ നേടുമ്പോൾ സിക്സിന് പിറകെ വിക്കറ്റുകളും നേടുന്നു ആഷിഖ്. ന്യൂ ബാറ്റർ അസീസ് ക്രീസിലെത്തുന്നു. ഈ ഓവറിൽ ശേഷിക്കുന്നു 2 ബോളുകൾ. ഒരു സിംഗിൾ. ഓവറിൽ അവസാന ബോൾ സ്ട്രൈക്കിലെത്തുന്നു അഖിൽ ഭാസ്കർ. അമ്പയർ കോൾ നോ ബോൾ. ഒരു എക്സ്ട്രാ റൺ ലഭിക്കുന്നു. ഇനി ശേഷിക്കുന്നത് 7 ബോളുകൾ. സ്കോർ 115. 7 പന്തുകളിൽ ഈ അവസാന വിക്കറ്റിൽ ബീറ്റ് ദ ബോസിന് എത്ര റൺസ് നേടിയെടുക്കാനാവും? ആഷിഖ് ബോൾ ചെയ്യുന്നു. 15ാമത്തെ ഓവറിൽ അവസാന ബോൾ. അഖിൽ ഭാസ്കർ ഡോട്ട് ബോൾ. അവസാന ഓവർ എറിയാനെത്തുന്നു ഹർഷദ് ഉദ്മ. സ്ട്രൈക്കിൽ അസീസ്. ഡോട്ട് ബോൾ. Again dot ball. രണ്ട് ഡോട്ട് ബോളുകൾക്ക് ശേഷം സ്ട്രൈക്കിലേക്ക് നല്ലൊരു ഷോട്ടിലൂടെ ബൗണ്ടറി നേടിയെടുക്കുന്നു അസീസ്. ഡോട്ട് ബോൾ. 4 ബോളുകൾ പിന്നിടുമ്പോൾ 4 റൺസ് മാത്രമാണ് നേടാനാകുന്നത് ബിഗ് ബോസിന്. സ്ട്രൈക്കിൽ തുടരുന്നു അസീസ്. ഒരു ബിഗ് ഷോട്ട് ശ്രമിക്കുന്നു അസീസ. ഫീൽഡർ നഷ്ടപ്പെട്ടു പോകുന്നു. മൂന്നാമത്തെ റൺസിനോടുന്നു. 3 റൺസ് നേടിയെടുക്കുന്നു. സ്ട്രൈക്ക് അഖിൽ ഭാസ്കറിലേക്ക്. ഇനി ശേഷിക്കുന്നത് ഒരേ ഒരു ബോൾ. ഫൈനൽ ഓവർ, ആദ്യ ഇന്നിങ്സിന്റെ ഫൈനൽ ഓവർ, ഫൈനൽ ബോൾ. അർഷാദ് ടു അഖിൽ ഭാസ്കർ.
What a shot. അഖിൽ ഭാസ്കർ ഫീൽഡർ ഉണ്ട്. ഫീൽഡറിൽ മറികടന്നുകൊണ്ട് പന്ത് ബൗണ്ടറിയിലേക്ക് നേടിയെടുക്കുന്നു. അവസാന വിക്കറ്റിൽ അവസാന ഓവറിൽ 11 റൺസ്. കാലിക്കറ്റ് സുൽത്താനു വേണ്ടി ഓപ്പൺ ചെയ്യുന്നു ഫറാത്ത് ആൻഡ് സാദത്ത്. സ്ട്രൈക്കിൽ സാദത്ത്. ബീറ്റ് ദ ബോസിന് വേണ്ടി ബോൾ ചെയ്യാനെത്തുന്നു ഷബീർ. വിജയലക്ഷ്യം 127. വിക്കറ്റിന് പിന്നിൽ ഷഹീർ. ആദ്യ ബോൾ ഡോട്ട് ബോൾ. സെക്കൻഡ് ബോളിൽ ഒരു ബിഗ് ഷോട്ടിലൂടെ പന്ത് ബൗണ്ടറിയിലേക്ക് നേടിയെടുക്കുന്നു. വിലപ്പെട്ട 4 റൺസ് സാദത്തിന്റെ ബാറ്റിൽ നിന്ന്. ഡോട്ട് ബോൾ. മാത്യു ഫീൽഡ് ചെയ്യുന്നു. ഫീൽഡ് ചെയ്യുന്നു എംബി. വാട്ട് ആ ഫീൽഡിംഗ്. അഗൈൻ ഡോട്ട് ബോൾ. ഓവറിൽ അവസാന ബോളും ഡോട്ടാവുന്നു. ഒരു ഓവർ പിന്നിടുമ്പോൾ വിക്കറ്റ് നഷ്ടം കൂടാതെ 4 റൺസ്. കാലിക്കറ്റ് സുൽത്താൻ. ബോൾ ചെയ്യാനെത്തുന്നു ലാസിം. സ്ട്രൈക്കിൽ ഫറാത്ത്. ആദ്യ ബോൾ. ഫീൽഡർ രോഹിത് എത്തിപ്പെടാൻ സാധിക്കുന്നില്ല. പന്ത് 6ലേക്ക് അമ്പയർ സിഗ്നൽ. ഫറാത്ത് നേരിട്ട് ആദ്യ പന്ത് തന്നെ 6 നേടിയെടുക്കുന്നു ഫറാത്ത്. അമ്പയർ ചെക്ക് ചെയ്ത് ഡിസിഷൻ മാറ്റുന്നു. 4. സ്ട്രൈറ്റിലേക്ക് ഫീൽഡ് ചെയ്യുന്നു രോഹിത്. Umpire call wide. ആദ്യ വിക്കറ്റ് നേടിയെടുക്കുന്നു ലാസിമിന്റെ ബൗളിംഗിൽ. സാദത്ത് പുറത്തേക്ക്. ഷഹീർ കച്ചെടുത്തുകൊണ്ട് ബീറ്റ് ദ ബോസ് രണ്ടാമത്തെ ഓവറിൽ ആദ്യ വിക്കറ്റ് നേടിയെടുക്കുന്നു ലാസിമിന്റെ ബൗളിംഗിൽ. ന്യൂ ബാറ്റർ ഫൗസാദ് ക്രീസിലെത്തുന്നു. എന്ന ടാർഗറ്റിലേക്ക് ബാറ്റിങ്ങിനിറങ്ങിയ കാലിക്കറ്റ് സുൽത്താൻ ആദ്യ വിക്കറ്റ് നഷ്ടമാകുന്നു. സ്ട്രൈക്കിൽ ഫൗസാദ്. ഒരു ഫുൾ ടോസ് ബോൾ. ഡോട്ട് ബോൾ. ഫീൽഡ് ചെയ്യുന്നു വാസി. ഒരു സിംഗിൾ നേടിയെടുക്കുന്നു. ഓവറിൽ അവസാന ബോൾ. വാട്ട് എ ഫീൽഡിംഗ്. എം ബി വിക്കറ്റിന് തൊട്ടു മുന്നിലാണ് ഫീൽഡ് ചെയ്യുന്നത്. ഡേഞ്ചറസ് ഏരിയ, പക്ഷെ അതിമനോഹരമായി ഫീൽഡ് ചെയ്യുന്നു. ഡോട്ട് ബോൾ. വീണ്ടും ബൗൾ ചെയ്യാനെത്തുന്നു ഷബീർ. 2 ഓവർ പൂർത്തിയാകുമ്പോൾ 1 വിക്കറ്റ് നഷ്ടത്തിൽ 11. സ്ട്രൈക്കിൽ ഫൗസാദ്.
കമൽ എത്തിപ്പെടാൻ സാധിക്കുന്നില്ല. ഒരു സിംഗിൾ. What a bowling! Yorker ball. Shabir. Brilliant. Again dot ball. ബിഗ് ഷോട്ടാ, പക്ഷേ ഫീൽഡർ ഉണ്ട് ബൗണ്ടറിയിൽ. ഓ, ക്യാച്ച് എടുക്കുന്നു. കമൽ ക്യാച്ച് എടുത്തുകൊണ്ട് രണ്ടാമത്തെ വിക്കറ്റ് നഷ്ടമാകുന്നു ഷബീറിന്റെ ബൗളിങ്ങിൽ. ആവേശമാകുന്നു ഈ ഫൈനൽ മത്സരം. കാലിക്കറ്റ് സുൽത്താൻ വേഴ്സസ് ബീറ്റ് ദ ബോസ്. 127 ടാർഗറ്റ്. 12-ലെത്തുമ്പോഴേക്ക് 2 വിക്കറ്റുകൾ നഷ്ടമാകുന്നു. ന്യൂ ബാറ്റർ ജലീൽ ക്രിസിലെത്തുന്നു. ജലീൽ ഫൗസാദ് ഒരു പാർട്ട്ണർഷിപ്പ് വന്നാൽ മാത്രമേ ഈ ഒരു തകർച്ചയിൽ നിന്നോ തിരിച്ചെത്താൻ കാലിക്കറ്റ് സുൽത്താന് സാധ്യമാകുകയുള്ളൂ. ആവേശത്തിൻ്റെ മറ്റൊരു ഫൈനൽ. ആഷ് പുഷ് സാറ്റർഡേസ് ക്രിക്കറ്റ് ലീഗ്. നേരിട്ട് ആദ്യ ബോൾ ഒരു ബിഗ് ഷോട്ട് ശ്രമിക്കുന്നു. ഡോട്ട് ബോൾ. ജലീൽ സ്കോർ ചെയ്യാൻ സാധിക്കുന്നില്ല. ലാസിം ഫീൽഡ് ചെയ്യുന്നു. ഡോട്ട് ബോൾ. ഷബീർ 1 റൺസ് മാത്രമാണ് കഴിഞ്ഞ ഓവറിൽ വിട്ടുകൊടുത്തത്. ഒരു വിലപ്പെട്ട വിക്കറ്റും നേടിയെടുക്കുന്നു. 3 ഓവർ പൂർത്തിയാകുമ്പോൾ 2 വിക്കറ്റ് നഷ്ടത്തിൽ 12. ബോൾ ചെയ്യാനെത്തുന്നു അഖിൽ ഭാസ്കർ. സ്ട്രൈക്കിൽ ഫൗസാദ്. ഒരു ബിഗ് ഷോട്ട്. ഫീൽഡർ ഓ 6ലേക്ക്. ആദ്യ ബോൾ തന്നെ 6 നേടിയെടുക്കുന്നു ഫൗസാദ്. അമ്പയർ കോൾ വൈഡ്. Again വീണ്ടും ഒരു ബിഗ് ഷോട്ടിലൂടെ പന്ത് ബൗണ്ടറിയിലേക്ക്. അമ്പയർ കോൾ 4. തുടരെ 2 ബൗണ്ടറികൾ നേടിക്കൊണ്ട് ഫൗസാദ് സമ്മർദ്ദങ്ങളെ അതിജീവിക്കുന്നു. നല്ലൊരു സ്കോറിലേക്ക്. 2 ബോളുകൾ പിന്നിടുമ്പോൾ ഒരു വൈഡ് അടക്കം 11 റൺസ് വന്നു കഴിഞ്ഞു. സ്കോർ 23. Umpire call wide. ഫീൽഡ് ചെയ്യുന്നു. അസീം മിസ്സായി പോകുന്നു. ലാസിം ഫീൽഡ് ചെയ്യുന്നു. ഇത് 2 റൺസ് ആക്കി മാറ്റുന്നു. What a comeback. ഓ, വീണ്ടും ഒരു ഫീൽഡിംഗ് മിസ്. ഒരു സിംഗിൾ. സ്ട്രൈക്കിലെത്തുന്നു ജലീൽ. ജലീൽ ഓ, ഒരു ഹാഫ് ചാൻസ് ഉണ്ടായിരുന്നു, പക്ഷേ സാധിക്കുന്നില്ല ക്യാച്ച് എടുക്കാൻ. 2 റൺസ് ഓടി പൂർത്തിയാക്കുന്നു ജലീൽ. ഓവറിൽ അവസാന ബോൾ. ലോങ് ഓഫിലേക്ക് ഒരു ബൗണ്ടറി നേടിയെടുക്കുന്നു ജലീൽ. 4 ഓവർ പിന്നിടുമ്പോൾ 2 വിക്കറ്റ് നഷ്ടത്തിൽ 33. കഴിഞ്ഞ ഓവറിൽ കാലിക്കറ്റ് സുൽത്താൻ ജലീൽ ഫൗസാദ് കൂട്ടുകെട്ടി 21 റൺസ് നേടിയിരുന്നു. വീണ്ടും ബൗൾ ചെയ്യാനെത്തുന്നു ഷബീർ.
സ്ട്രൈക്കിൽ ഫൗസാദ്. കട്ട് ഷോട്ടിലൂടെ സിംഗിൾ. വീണ്ടും ഒരു സിംഗിൾ. തുടക്കത്തിലെ തകർച്ചയ്ക്ക് ശേഷം തിരിച്ചെത്തുന്നു ഫൗസാദ് ജലീൽ കൂട്ടുകെട്ടിലൂടെ. കാലിക്കറ്റ് സുൽത്താൻ. What a bowling! ഷബീർ. ഫീൽഡ് ചെയ്യുന്നു അസീസ്. സ്ട്രൈക്കിൽ ജലീൽ. ഒരു സ്കൂപ്പ് ഷോട്ടിന് ശ്രമിക്കുന്നു, പക്ഷേ കണക്ട് ആവുന്നില്ല. ഡോട്ട് ബോൾ. സ്ട്രൈറ്റിലേക്ക് സിക്സ് നേടിയെടുക്കുന്നു ജലീൽ. കാലിക്കറ്റ് സുൽത്താൻ 5 ഓവർ പിന്നിടുമ്പോൾ 2 വിക്കറ്റ് നഷ്ടത്തിൽ 42. ബോൾ ചെയ്യാനെത്തുന്നു അസീസ്. സ്ട്രൈക്കിൽ ഫൗസാദ്. അസിയുടെ ആദ്യ ബോൾ ഓഫിലേക്ക്. ഫൈറാഷ് 2 റൺസ് ഓടി പൂർത്തിയാക്കുന്നു. വാട്ട് എ ബൗളിംഗ്. ഫീൽഡ് ചെയ്യുന്നു ഷബീർ. ഫൈറാഷ് ഫീൽഡ് ചെയ്യുന്നു. ഡോട്ട് ബോൾ. കൃത്യമായ ബൗളിംഗുമായി അസീസ്. ഡോട്ട് ബോൾ. ഫൈറാഷ് ഫീൽഡ് ചെയ്യുന്നു. ദിസ് ഈസ് എ ബൂട്ട് ഫീൽഡ്. ഫൈറാഷിന്റെ കാലിൽ തട്ടി നേരെ അഖിലിന്റെ കൈകളിലേക്ക്. ഡോട്ട് ബോൾ. അഖിൽ ഫീൽഡ് ചെയ്യുന്നു. ഡോട്ട് ബോൾ. അസീസ വളരെ കൃത്യമായ ബൗളിംഗ്. അദ്ദേഹത്തിനെതിരെ സ്കോർ ചെയ്യാൻ ഫൗസാദ് വിഷമിക്കുന്ന കാഴ്ച. പക്ഷെ നല്ലൊരു പാർട്ട്ണർഷിപ്പാണ് ഫൗസാദ് ആൻഡ് ജലീൽ മുന്നോട്ട് നയിക്കുന്നത് സുൽത്താൻ കാലിക്കറ്റിനെ. നല്ലൊരു ബോളിംഗ് ആയിരുന്നു. ലാസിം ഫീൽഡ് ചെയ്യുന്നു. ഗുഡ് ബൗളിംഗുമായി അസീസ. 3 റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത്. 3 റൺസ് മാത്രം വിട്ടുകൊടുത്ത് അസീസ. അത്യുച്ഛല്ല ബൗളിംഗ്. 6 ഓവർ പൂർത്തിയാകുമ്പോൾ 2 വിക്കറ്റ് നഷ്ടത്തിൽ 45. സ്ട്രൈക്കിൽ ഫൗസാദ്. ബൗൾ ചെയ്യാനെത്തുന്നു ജസീം പൊന്നാനി. ഓഫിലേക്ക് ഒരു ഷോട്ട്. ഫീൽഡ് ചെയ്യുന്നു രൂപേഷ്. സിംഗിൾ പൂർത്തിയാക്കുന്നു. സ്ട്രൈക്കിൽ ജലീൽ. പിച്ചിലെ സാഹചര്യം മനസ്സിലാക്കി സിംഗിളുകളിലൂടെ സ്കോർ മുന്നോട്ട് കൊണ്ടുപോകുന്നു. മോശം പന്തുകളെ തെരഞ്ഞെടുത്ത് ബൗണ്ടറിയിലേക്ക് പായിച്ചുകൊണ്ട് ടാർഗറ്റിലേക്ക്.
എം ബി ഫീൽഡ് ചെയ്യുന്നു. 2 റൺസോടെ പൂർത്തിയാക്കുന്നു. ലാസിം പക്ഷേ സിംഗിൾ നേടിയെടുക്കും. നല്ലൊരു ഫീൽഡിംഗ് ആയിരുന്നു. സിംഗിൾ ഡബിളുകൾ നേടിക്കൊണ്ട് പിച്ചിൻ്റെ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് ഫൗസാദ് ജലീൽ കൂട്ടുകെട്ട് അപകടങ്ങളില്ലാതെ കാലിക്കറ്റ് സുൽത്താനെ മുന്നോട്ട് നയിക്കുന്നു. ഈ ഒരു പാർട്ട്ണർഷിപ്പ് കാലിക്കറ്റ് സുൽത്താന് കിരീടം നേടിക്കൊടുക്കുമോ? കത്തിറ്റിക്കാൻ നമുക്ക്. ഡോട്ട് ബോൾ. അമ്പയർ സിഗ്നൽ വൈഡ്. ആഷ് പുഷ് സാറ്റർഡേ ക്രിക്കറ്റ് ലീഗിൻ്റെ റിവേഴ്സിന് ശ്രമിക്കുന്നു. സ്കോർ ചെയ്യാൻ സാധിക്കുന്നില്ല. ആഷ് പുഷ് ക്രിക്കറ്റ് ലീഗിൻ്റെ ആവേശകരമായ ഫൈനൽ കാലിക്കറ്റ് സുൽത്താൻ വേഴ്സസ് ബി ദ ബോസ്. ജസ്സി പൊന്നാനി റിവേഴ്സിലൂടെ പന്ത് ബൗണ്ടറിയിലേക്ക്. 2 ഫീൽഡർ പിറകെ ഫീൽഡ് ചെയ്യുന്നു. സിംഗിൾ നേടിയെടുക്കുന്നു. ഓവർ പൂർത്തിയാവുന്നു. ഓവർ പൂർത്തിയാകുമ്പോൾ 2 വിക്കറ്റ് നഷ്ടത്തിൽ 55. 12 റൺസിന് 2 വിക്കറ്റ് വീണതാണ്. പിന്നീട് നല്ലൊരു പാർട്ട്ണർഷിപ്പ് ഫൗസാദ് ആൻഡ് ജലീൽ. ബൗൾ ചെയ്യാനെത്തുന്നു അസീസ. വിക്കറ്റ് നേടിക്കൊണ്ട് ബി ദ ബോസിന് ബ്രേക്ക് ത്രൂ നൽകാൻ അസീസിന് സാധിക്കുമോ? ആദ്യ ബോൾ ലെഗ് സൈഡിലേക്ക്. രോഹിത് ഫീൽഡ് ചെയ്യുന്നു. അവിടെ മിസ്സായി പോകുന്നു. 2 റൺസോടെ പൂർത്തിയാക്കുന്നു. ഒരു ബിഗ് ഷോട്ട്. ഫീൽഡർ ഫീൽഡർക്ക് മുകളിലൂടെ 6 പതിയെ തുടങ്ങി. പിന്നീട് ബിഗ് ഷോട്ടുകളിലൂടെ ബൗണ്ടറി നേടിക്കൊണ്ട് കളി കാലിക്കറ്റ് സുൽത്താൻ്റെതാക്കി മാറ്റുന്നു ഫൗസാദ് ആൻഡ് ജലീൽ കൂട്ടുകെട്ട്. ഫീൽഡ് ചെയ്യുന്നു എം ബി. സിംഗിൾ. ബാക്കപ്പിൽ ഷബീറുണ്ട്. നല്ലൊരു ബാക്കപ്പ്. തുടക്കത്തിൽ തന്നെ 2 വിക്കറ്റുകൾ വീണ് ടീം പ്രതിരോധത്തിലായപ്പോൾ രക്ഷകരായി മാറുന്നു ജലീൽ ആൻഡ് ഫൗസാദ്. ജലീൽ ഉയർത്തിയെടുക്കുന്നു. വിക്കറ്റ് കീപ്പർ ഷഹീർ. അസീസിന്റെ ബൗളിങ്ങിൽ ഷഹീർ ക്യാച്ച് എടുത്തുകൊണ്ട് അടുത്ത വിക്കറ്റും നേടിയെടുക്കുന്നു. പക്ഷേ നല്ലൊരു പാർട്ട്ണർഷിപ്പായിരുന്നു ഫൗസാദ് ആൻഡ് ജലീൽ. ന്യൂ ബാറ്റർ രാഹുൽ ക്രീസിലെത്തുന്നു. രാഹുൽ ഫൗസാദ് കൂട്ടുകെട്ട അനായാസം കിരീടത്തിലേക്ക് കാലിക്കറ്റ് സുൽത്താനെ കൊണ്ടെത്തിക്കുമോ? നമുക്ക് കത്തിറ്റിക്കാം. ഒരു തിരിച്ചു വരവിനുള്ള ശ്രമത്തിലാണ് ബി ദ ബോസ്. സ്ട്രൈക്കിൽ രാഹുൽ. അസീസ് അനിവാര്യമായ ഒരു ബ്രേക്ക് ത്രൂ ബി ദ ബോസിന് നൽകുന്നു. 3ാമത്തെ വിക്കറ്റ് നേടിക്കൊണ്ട് ഡോട്ട് ബോൾ. സൂപ്പർ ബോൾ. യോർക്കർ ബോൾ. മാത്യു ഫീൽഡ് ചെയ്യുന്നു. ഒരു 6 വഴങ്ങിയെങ്കിലും ശക്തമായ തിരിച്ചു വന്നുകൊണ്ട്
വിക്കറ്റും നേടിയെടുക്കുന്നു അസീസ. അദ്ദേഹം 2 ഓവറിൽ വെറും 10 റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത്. വിലപ്പെട്ട ഒരു വിക്കറ്റും നേടിയെടുക്കുന്നു അസീസ. 8 ഓവർ പൂർത്തിയാകുമ്പോൾ 3 വിക്കറ്റ് നഷ്ടത്തിൽ 64. ബൗൾ ചെയ്യാനെത്തുന്നു ലാസിം തൻ്റെ ആദ്യ ഓവറിൽ ഒരു വിക്കറ്റ് നേടിയിരുന്നു. സ്ട്രൈക്കിൽ ഫൗസാദ്, വിക്കറ്റിന് പിന്നിൽ ഷഹീർ അലിക്കോയ. അമ്പയർ കോൾ വൈഡ്. മാത്യു ഫീൽഡ് ചെയ്യുന്നു, സിംഗിൾ. റിവേഴ്സിലൂടെ രാഹുൽ ബൗണ്ടറി നേടിയെടുക്കുന്നു. വിലപ്പെട്ട 4 റൺസ് രാഹുൽ. ഡോട്ട് ബോൾ. ടൈമിംഗ് തെറ്റിപ്പോകുന്നു രാഹുലിന്. അസീസ് ഫീൽഡ് ചെയ്യുന്നു, വീണ്ടും ഒരു മിസ് ഫീൽഡ്, സിംഗിൾ. ഓവർ ത്രോ മിസ്റ്റേക്കിലൂടെ അത് 2 റൺസ് ആക്കി മാറ്റുന്നു. ഡോട്ട് ബോൾ. റിവേഴ്സിന് ശ്രമിച്ച് പരാജയപ്പെടുന്നു രാഹുൽ. Again, what a bowling. ലാസിം. ഓവർ പൂർത്തിയാവുന്നു. 9 ഓവർ പൂർത്തിയാകുമ്പോൾ 3 വിക്കറ്റ് നഷ്ടത്തിൽ കാലിക്കറ്റ് സുൽത്താൻ 72. ബാറ്റിംഗ് തുടരുന്നു രാഹുൽ ആൻഡ് ഫൗസാദ്. ബൗൾ ചെയ്യാനെത്തുന്നു ഷബീറിൻ്റെ 4ാമത്തെ ഓവറാണിത്. ഈ ഓവറോടെ ഷബീറിൻ്റെ സ്പെൽ പൂർത്തിയാവും. സ്ട്രൈക്കിൽ ഫൗസാദ്. നേരിട്ട് ആദ്യ ബോൾ ഒരു ബിഗ് ഷോട്ടർ ശ്രമിക്കുന്നു. മാത്യുവിൽ നിന്ന് മിസ്സായി പോകുന്നു. അമ്പയർ സിഗ്നൽ 4. തുടരെ 2 ബോളുകളിൽ 2 അവസരങ്ങൾ. ഓഫിലേക്ക് മനോഹരമായൊരു ഷോട്ട്. കമൽ ഫീൽഡ് ചെയ്യുന്നു, സിംഗിൾ. സ്ട്രൈക്കിലെത്തുന്നു രാഹുൽ. ക്ലീൻ ബൗൾഡ് ഷബീർ. ഫീൽഡേഴ്സിൻ്റെ സപ്പോർട്ടില്ലാതാകുമ്പോൾ ബൗൾഡാക്കിക്കൊണ്ട് വിക്കറ്റ് നേടിയെടുക്കുന്നു ഷബീർ. ന്യൂ ബാറ്റർ അറഫാത്ത് ക്രീസിലെത്തുന്നു. വിക്കറ്റ് വീഴ്ചകളിലൂടെ ടീം പ്രതിസന്ധിയിലാകുമ്പോൾ രക്ഷകനാകുന്ന ബാറ്ററാണ് അറഫാത്ത് ഫൗസാദ് കൂട്ടുകെട്ട്. ആഷ് ബുഷിൻ്റെ കനക കിരീടം കാലിക്കറ്റ് സുൽത്താൻ നേടിക്കൊടുക്കുമോ? നമുക്ക് കാത്തിരിക്കാം. ആവേശത്തിൻ്റെ മറ്റൊരു ഫൈനൽ. വോയിസ് ഓഫ് മുജീബിൽ. ഡോട്ട് ബോൾ. ഷബീർ ടു അറഫാത്ത്. Again dot ball. ഓവർ പൂർത്തിയാവുന്നു. 10 ഓവർ പൂർത്തിയാകുമ്പോൾ 4 വിക്കറ്റ് നഷ്ടത്തിൽ 77. അപേക്ഷത്തിൻ്റെ മറ്റൊരു ഫൈനൽ കൂടി. വോയിസ് ഓഫ് മുജീബിൽ.
അരുനെടുമീക്കപ്പ കാലിക്കറ്റ് സുൽത്താനോ അതോ ബീറ്റ് ദ ബോസോ? ആഷ് പുഷിൻ്റെ ബിഗ് ബോസ് ആരായിരിക്കും? ബീറ്റ് ദ ബോസ്, ആഷ് പുഷിൻ്റെ സുൽത്താൻ ആരായിരിക്കും? കാലിക്കറ്റ് സുൽത്താൻ. 6 ഓവർ മാത്രം കത്തിരിക്കാം നമുക്ക്. ബൗൾ ചെയ്യാനെത്തുന്നു ലാസിം. സ്ട്രൈക്കിൽ ഫൗസാദ് നല്ലൊരു ഇന്നിങ്സാണ് കാലിക്കറ്റ് സുൽത്താനിന് വേണ്ടി കാഴ്ചവെക്കുന്നത്. ഓ, പന്ത് ബൗണ്ടറിയിലേക്ക് നല്ലൊരു ബോളായിരുന്നു, പക്ഷേ കീപ്പർക്ക് മിസ്സായി പോകുന്നു. ഒരു കൂറ്റൻ ഷോട്ട്, ഫിൽട്ടർ രൂപേഷ്, ഒരു സിംഗിൾ. സ്ട്രൈക്കിൽ അറഫാത്ത്. റിവേഴ്സിന് ശ്രമിക്കുന്നു, ഫീൽഡ് ചെയ്യുന്നു രോഹിത്. ലാസിമിനെതിരെ ഒരു കൂറ്റൻ ഷോട്ടിലൂടെ 6 നേടിയെടുക്കുന്നു ഫൗസാദ്. 50 6ലൂടെ ഒരു അത്യുജ്വല ഇന്നിങ്സുമായി ആഷ് പുഷ് ഫൈനലിൽ കാലിക്കറ്റ് സുൽത്താനിന് വേണ്ടി. തുടക്കത്തിൽ 2 വിക്കറ്റുകൾ വീണ് പ്രതിരോധത്തിലായപ്പോൾ ക്രീസിലെത്തിയതാണ്. അതിമനോഹരമായ ഒരു ഇന്നിങ്സിലൂടെ 50 നേടിയെടുക്കുന്നു ഫൗസാദ്. അമ്പയർ കോൾ വൈഡ്. ഓ, വീണ്ടും 3 അവസരങ്ങൾ ഫൗസാദിന് ലഭിക്കുന്നു. ലാസിമിൻ്റെ ബൗളിങ്ങിൽ ക്യാച്ചിനുള്ള ശ്രമമുണ്ടായിരുന്നു, പക്ഷേ വിട്ടുകളയുന്നു. ഓഫിലേക്ക് മനോഹരമായൊരു ഷോട്ട്. ഫീൽഡ് ചെയ്യുന്നു കമൽ, ഒരു സിംഗിൾ. അസീസ് ബോൾ ചെയ്യാനെത്തുന്നു. സ്ട്രൈക്കിൽ ഫൗസാദ്. അമ്പയർ കോൾ വൈഡ്. അസീസിന്റെ ബോളിംഗ് അല്ല, ഫീൽഡർക്ക് മുകളിലൂടെ 6 ഫൗസാദ്. ലഭിച്ച അവസരങ്ങൾ മുതലെടുത്തുകൊണ്ട് കാലിക്കറ്റ് സുൽത്താൻ ആഷ് പുഷിന്റെ കിരീടത്തിലേക്ക് നയിക്കും. ഫീൽഡ് ചെയ്യുന്നു കമൽ. 2 റൺസോടെ പൂർത്തിയാക്കുന്നു. ടീം കാലിക്കറ്റ് സുൽത്താൻ സ്കോർ 100ലേക്ക് എത്തുന്നു. ഇനി വേണ്ടത് 27 റൺസ്. ഒരു ഫീൽഡിംഗ് ചേഞ്ച് വരുത്തുന്നു. Aziz to Fawzad. ഫീൽഡ് ചെയ്യുന്നു എം ബി. ഡോട്ട് ബോൾ. അഗൈൻ മാത്യു ഫീൽഡ് ചെയ്യുന്നു. ഡോട്ട് ബോൾ. ഇനി വേണ്ടത് 26 ബോളിൽ 26 റൺസ്. ഈ ഓവറിൽ 2 ബോളുകൾ ശേഷിക്കുന്നു. സ്ട്രൈക്കിൽ തുടരുന്നു ഫൗസാദ്. ആദ്യ ബോളിൽ 6 വഴങ്ങിയതിന് ശേഷം അസീസിൻ്റെ ശക്തമായൊരു തിരിച്ചുവരവ്. ക്ലീൻ ബൗൾഡ്.
ഫീൽഡേഴ്സ് ക്യാച്ചുകൾ വിട്ടുകളഞ്ഞെടുത്ത ബൗൾഡിലൂടെ വിക്കറ്റ് നേടിയെടുക്കുന്നു. ബാറ്റിൽ അഡ്ജായ് ബൗൾഡാവുന്നു. പക്ഷേ ഈ ഒരു ഇന്നിങ്സിൻ്റെ മഹത്തരം എത്ര പ്രശംസിച്ചാലും മതി വരില്ല. ഫൈനലിൽ തകർച്ച നേരിട്ട ടീമിനെ നല്ലൊരു ഇന്നിങ്സിലൂടെ വിജയത്തിനരികെ എത്തിച്ചാണ് ഫൗസാദ് ക്രീസ് വിടുന്നത്. ഒരു ബിഗ് സല്യൂട്ട്. ടീം അദ്ദേഹത്തെ കൈയടിച്ച് സ്വീകരിക്കുന്ന മനോഹരമായ കാഴ്ച. ന്യൂ ബാറ്റർ മുർഷി ക്രീസിലെത്തുന്നു. വേണ്ടത് 26 റൺസ്, ശേഷിക്കുന്നത് 25 ബോളുകൾ. നേരിട്ട് ആദ്യ ബോളിൽ ഒരു സിംഗിൾ നേടിയെടുക്കുന്നു. ഫീൽഡ് ചെയ്യുന്നു അഖിൽ ഭാസ്കർ. ഓവർ പൂർത്തിയാവുന്നു. ഇനി വേണ്ടത് 24 പന്തിൽ 25 റൺസ്. ബൗൾ ചെയ്യാനെത്തുന്നു ജസീം പൊന്നാനി. സ്ട്രൈക്കിൽ മുർഷി. വേണ്ടത് 24 റൺസ്, വേണ്ടത് 25 റൺസ്, ശേഷിക്കുന്നത് 24 ബോൾ. ആദ്യ ബോൾ ഡോട്ട് ബോൾ. ഓ, സിംഗിൾ. സ്ട്രൈക്കിലെത്തുന്നു അറഫാത്ത്. അറഫാത്ത് ഒരു ബിഗ് ഷോട്ടിലൂടെ സിക്സിലേക്ക്. അറഫാത്ത് again ഓഫിലേക്ക്. രോഹിത് ഓടെ ക്യാച്ച് റണ്ണിങ്ങിലൂടെ. റണ്ണിങ്ങിൽ ആ ക്യാച്ച് കൈകളിൽ ഒതുക്കുന്നു രോഹിത്. ജസീമിന്റെ ബൗളിംഗ് അല്ല. 6 അടിച്ച തൊട്ടടുത്ത പന്തിൽ വിക്കറ്റ് നേടിക്കൊണ്ട് ജസീം പൊന്നാനിയുടെ റിവഞ്ച്. ഇനി വേണ്ടത് 18 റൺസ്. അവേശത്തിൻ്റെ ഫൈനൽ. ക്രീസിലെത്തുന്നു ന്യൂ ബാറ്റർ ഹർഷാദ് ഉദ്ദുമ. ഡോട്ട് ബോൾ. സമ്മർദ്ദം, ആവേശം. കമൽ ഫീൽഡ് ചെയ്യുന്നു. സ്ട്രൈക്കിലെത്തുന്നു മുർഷി. ഓവർ പൂർത്തിയാവുന്നു. ഇനി വേണ്ടത് 18 ബോളിൽ 18 റൺസ്. ഒരു 6 വഴങ്ങിയെങ്കിലും ജസീം പൊന്നാനി ഓവറിൽ വിക്കറ്റ് നേടിയെടുക്കുന്നു. 7 റൺസ് വിട്ടുകൊടുത്ത് ഓവർ പൂർത്തിയാക്കുന്നു. സ്ട്രൈക്കിലെത്തുന്നു അർഷാദ് ഉദ്ദുമ. ബൗൾ ചെയ്യാനെത്തുന്നു അഖിൽ ഭാസ്കർ. അമ്പയർ കോൾ വൈഡ്. ഹർഷാദ് സിക്സിലക. സമ്മർദ്ദങ്ങൾ അതിജീവിച്ചുകൊണ്ട് അതിമനോഹരമായ സിക്സിലൂടെ കാലിക്കറ്റ് സുൽത്താന്റെ കിരീടത്തിലേക്ക് അടുപ്പിക്കുന്നു അർഷാദ് ഉദ്ദുമ. What a bowling. Dot ball. Again. Good comeback. 6 വഴങ്ങിയതിനു ശേഷം തുടരെ 2 ഡോട്ട് ബോളുകൾ. അഖിൽ ഭാസ്കർ. Again dot ball. 3 dot balls continue. 10 ബോളുകൾ, വേണ്ടത് 11 റൺസ്.
ഫീൽഡ് ചെയ്യുന്നു MB. സിംഗിൾ. സ്ട്രൈക്കിലെത്തുന്നു മുർഷിദ്. അഖിൽ ഓവർ പൂർത്തിയാക്കുന്നു. ഒരു 6 വഴങ്ങിയതിനു ശേഷം ശക്തമായി തിരിച്ചു വരവിലൂടെ കളി വീണ്ടും ആവേശത്തിലാക്കുന്നു. ശേഷിക്കുന്നത് 12 ബോളുകൾ, വേണ്ടത് 9 റൺസ്. ബോൾ ചെയ്യാനെത്തുന്നു ജസീം പൊന്നാനി. സ്ട്രൈക്കിൽ അർഷാദ് ഉത്തുമ. ആവേശത്തിൻ്റെ ഫൈനൽ. വൈഡ് സിഗ്നൽ. ഫുൾ ടോസ് ബോൾ. സിക്സിലേക്ക് കിരീടമുറപ്പിക്കുന്നു കാലിക്കറ്റ് സുൽത്താൻ. ആകാശത്തിലേക്ക് അർഷാദ് ഉദ്ദുമ. ഒരേ ഒരു സുൽത്താൻമാർ, കാലിക്കറ്റ് സുൽത്താൻ. ആഷ് പുഷിന്റെ ഈ ക്രിക്കറ്റ് ലീഗിൽ കിരീടം നേടിയെടുക്കുന്നു. കാലിക്കറ്റ് സുൽത്താൻ ആവേശ പോരാട്ടത്തിൽ ബീറ്റ് ദ ബോസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് കാലിക്കറ്റ് സുൽത്താന്റെ പച്ചപ്പട്ട നേടിയെടുക്കുന്നു. ആഷ് പുഷ് ആദ്യ കിരീടം. ആവേശ പോരാട്ടത്തിൽ ബീറ്റ് ദ ബോസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് നേടിയെടുക്കുന്നു ആഷ് പുഷിന്റെ വിലപ്പെട്ട കനക കിരീടം. കാലിക്കറ്റ് സുൽത്താൻ. പ്രസന്റേഷൻ പാർട്ടിയിലേക്ക് സ്വാഗതം. വളരെ നല്ലൊരു ഫൈനലായിരുന്നു. കാലിക്കറ്റ് സുൽത്താൻ വെസ് ബി ദ ബോസ്. ആവേശകരമായ ഫൈനലിൽ നമ്മൾ കാലിക്കറ്റ് സുൽത്താൻസ് വിന്നറായി ഈ ടൂർണമെൻറ്റിൽ. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാജുലേഷൻസ് ടു ദ വിന്നർ. അതുപോലെ തന്നെ പിന്നെ റണ്ണേഴ്സ് അപ്പായ ബി ദ ബോസിനും കൺഗ്രാജുലേഷൻസ്. അപ്പോൾ ആദ്യത്തെ പ്രസൻറ്റേഷൻ എന്നുള്ളത് മോസ്റ്റ് സെഞ്ചുറിയൻസ് ആണ്. ഈ ടൂർണമെൻറ്റിലെ മോസ്റ്റ് സെഞ്ചുറിയൻസ് അവാർഡ് കിട്ടിയിട്ടുള്ളത് പിന്നെ മയൂരനാണ്. മയൂരൻ ഇവിടെ ഇല്ല. അപ്പോൾ മയൂരന് ആരാണ് കളക്ട് ചെയ്യുക? ദിൽഷാദ്. ഇതിൻ്റെ ബെസ്റ്റ് ബാറ്റർ ആയിട്ടുള്ളത് അതും മയൂരനാണ്. അപ്പം മയൂരന് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് പിന്നെ ആ ട്രോഫി നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അടുത്തത് പിന്നെ ബെസ്റ്റ് ബൗളർ. ഈ ടൂർണമെൻറ്റിൻ്റെ ബെസ്റ്റ് ബൗളർ എന്ന് പറഞ്ഞാൽ ഈ ടൂർണമെൻറ്റ് ഉടനീളം വളരെ നല്ല രീതിയിൽ ബോൾ ചെയ്ത് പിന്നെ എന്താണ് ബി ദ ബോസിൽ എൻ്റെ കൂടെ കളിച്ച് നമ്മളെ പ്രിയപ്പെട്ട അസിയാണ് ഈ ടൂർണമെൻറ്റിലെ ബെസ്റ്റ് ബൗളറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അസീനെ ട്രോഫി കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ഷണിക്കുകയാണ്. അതുപോലെ സയ്യിർ ഭായ് നമ്മൾ അമ്പയറാണ് ട്രോഫി ഹാൻഡ് ഓവർ ചെയ്യണം. അതുപോലെ അടുത്ത അവാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൂർണമെൻറ്റിലെ ബെസ്റ്റ് ഫീൽഡർ അതും ബി ദ ബോസിൽ തന്നെ കളിക്കുന്ന എന്താണ് സൈർ അലിക്കോയാണ് ഈ ടൂർണമെൻറ്റിലെ ബെസ്റ്റ് ഫീൽഡറായി തിരഞ്ഞെടുക്കപ്പെട്ടുള്ളത്. അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് കുറച്ച് പിഴവുകൾ സംഭവിച്ച്, പക്ഷേ ടൂർണമെൻറ്റ് ഉടനീളം വളരെ നല്ല രീതിയിൽ തന്നെ അലിക്കോയ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്ത അവാർഡ് എന്നുള്ളത് സെമി ഫൈനലിൻ്റെ മാൻ ഓഫ് ദ മാച്ചാണ്. സെമി ഫൈനൽ മാൻ ഓഫ് ദ മാച്ച് പിന്നെ എന്താണ് ബി ദ ബോസിൻ്റെത് പിന്നെ അസിയും അതുപോലെ കാലിക്കറ്റ് സുൽത്താൻസിൻ്റെ അർഷാദ് ഉദ്ദുമയാണ്. അപ്പോൾ രണ്ടുപേരും ഇവിടെ ക്ഷണിക്കുകയാണ് ആളെ അവാർഡ് കളക്ട് ചെയ്യുന്നതിന് വേണ്ടി. അസി ട്രോഫി കളക്ട് ചെയ്യാം. സെമി ഫൈനൽ മാൻ ഓഫ് ദ മാച്ച് ബി ദ ബോസ് അസി.
ഈ ടൂർണമെന്റിലുടനീളം വളരെ നല്ല പെർഫോമൻസ് ആണ് അസി കാഴ്ചവെച്ചിട്ടുള്ളത്. എല്ലാവർക്കും തന്നെ അറിയാം. വളരെ നല്ലൊരു കയ്യടി അസിക്ക്. ഈ ടൂർണമെന്റിലുടനീളം വളരെ നല്ല പെർഫോമൻസ് ആണ് അസി കാഴ്ചവെച്ചിട്ടുള്ളത്. അടുത്തത് നമ്മുടെ എന്താണ് ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് ഓഫ് ദ ടൂർണമെന്റ്. അതും നമ്മുടെ എന്താണ് അസി തന്നെയാണ് ഈ ടൂർണമെന്റിലെ എന്താണ് ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസിലുള്ള അവാർഡ് നേടിയിട്ടുള്ളത്. അസീനെ ടൂർണമെന്റിന്റെ ഔട്ട്സ്റ്റാൻഡിംഗ് ട്രോഫി കളക്ട് ചെയ്യാൻ ക്ഷണിക്കുന്നു. ഓക്കെ ഇനി ഫൈനൽ ബെസ്റ്റ് പെർഫോമൻസ് അല്ലത്. ഫൈനൽ ബെസ്റ്റ് പെർഫോമൻസ് അർഷിയാണ് നമ്മളെ ഫൈനലിലെ ബെസ്റ്റ് പെർഫോമൻസിന്റെ ട്രോഫി. വളരെ നല്ല രീതിയിൽ ബോൾ ചെയ്ത അസിയാണ് നമ്മൾ ഫൈനലിലെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡ് നേടിയിട്ടുള്ളത്. ഫൈനൽ മാൻ ഓഫ് ദ മാച്ച് അർഷി തന്നെയാണ് ഫൈനലിലെ മാൻ ഓഫ് ദ മാച്ച് അല്ലേ? ഓക്കെ ഇത് ബെസ്റ്റ് ബാറ്ററും ക്യാപ്റ്റൻ ജസീം ബൊനാനി. ഓക്കെ ജസീം പ്ലീസ് കളക്ട് ദ മെഡൽസ്. എല്ലാവരും കിട്ടുള്ളൂ. ഓക്കെ താങ്ക് യു സോ മച്ച്. അതുപോലെ ചാമ്പ്യൻസ് ആര് പിന്നെ നമ്മളെ ക്യാപ്റ്റൻ കളക്ട് ചെയ്യാം ചാമ്പ്യൻസിന്റെ ഷൗക്ക്. അല്ല വെയിറ്റ് മെഡൽസ് ഇട്ട ശേഷം വന്നിരുന്ന പോലെ കാലിക്കറ്റ് സുൽത്താൻസിന്റെ എല്ലാ പ്ലേയേഴ്സും 100% ഡെഡിക്കേഷൻ, 100% കമ്മിറ്റ്മെന്റ്, 100% എഫേർട്ട് കളിച്ച് ഫൈനലി ഇപ്പോൾ ഇന്നത്തെ ഈ ആവേശകരമായ ഫൈനലിൽ ചാമ്പ്യൻസ് ആയി. അപ്പോൾ നമ്മൾ കാലിക്കറ്റ് സുൽത്താൻസിന്റെ ക്യാപ്റ്റനെ ക്ഷണിക്കുകയാണ് നമ്മൾ ഫൈനൽ കപ്പ് കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. റണ്ണറപ്പ് ട്രോഫി കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ബി ദ ബോസിന്റെ ക്യാപ്റ്റൻ അതുപോലെ എന്താണ് ജസീം മറ്റു ടീം അംഗങ്ങളെ എല്ലാവരെയും ക്ഷണിക്കാണ്. അപ്പോൾ റണ്ണേഴ്സപ്പ് അല്ലേ? ഓക്കെ നടന്നു കുഴപ്പമില്ല. അല്ല കുഴപ്പമില്ല, അത് കറക്റ്റാ.